പാനിപൂരി ചാട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഇന്നത്തെ വ്ളോഗ് മലയാളത്തിലാണ്. അന്നേരം നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇതിൻ്റെ ഒരു മധുരമുള്ളൊരു വെള്ളമാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടിയത് പുളി, ഡേറ്റ്സ്, പിന്നെ ശർക്കര. അതിനെ പുളിയും ഡേറ്റ്സിനെ ഒന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 20 മിനിറ്റിന് വേണ്ടി ഒന്ന് വിട്ടേക്കണം. എന്നാൽ ആ പുളി ഒന്ന് കുതിരും, ഡേറ്റ്സും ഒന്ന് കുതിർന്ന് വരും. നല്ലപോലെ ഒഴിച്ച് ആ ബൗളിൽ ഒഴിക്കുന്ന വെള്ളം നമുക്ക് പിന്നെ ഉപയോഗിക്കാവുന്നതാണ് അരയ്ക്കുന്ന സമയത്ത്. ആ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ പുളി ജാറിൻ്റെ അകത്തിട്ട് നമുക്ക് അരയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡേറ്റ്സും എടുക്കാം. ഒരു 5 ഡേറ്റ്സ്. പുളിയും നമ്മൾക്ക് വേണ്ടി അത്രയും ഞാൻ എടുത്ത ക്വാണ്ടിറ്റി ഞങ്ങൾ 3 പേർക്ക് യൂസ് ചെയ്യാവുന്ന അത്രയേ ഉള്ളൂ. ചെറിയൊരു ബൗള് എടുത്തത് ഞാൻ. പുളി മധുരമുള്ള വെള്ളവും ബാക്കി വരുന്ന നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്തും വെക്കാം, പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാം. അരച്ച് കഴിഞ്ഞിട്ട് അതിനെ നല്ലപോലെ ഒന്ന് അരിപ്പയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കതിൻ്റെ ആ അരപ്പ് അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഒരിത് വരും ഇടയ്ക്ക്, അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾക്ക് അതിൻ്റെ ഒരു ജ്യൂസാണ് വേണ്ടത്. അത് നമ്മുടെ അടുത്ത് ആ വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കൺസിസ്റ്റൻസി കിട്ടും. ആ കൺസിസ്റ്റൻസി നമുക്ക് പിന്നെ എടുത്ത് ബാക്കി ജാറിൻ്റെ അകത്ത് ഇരിക്കുന്നതും കൂടി എടുത്ത് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ഈ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഇത് നമുക്ക് അടുപ്പയിൽ വെച്ചൊന്ന് ചൂടാക്കണം. നല്ലൊരു തള വരണം, ബോയിലിംഗ് നല്ല ഇതിൽ വരണം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് കുറഞ്ഞ് വന്ന് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കുറയും. ആ സമയത്താണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മളെടുത്ത് വെച്ച് ശർക്കര ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇടുന്നത്. ആ ശർക്കര ഇടുന്ന അത് നമുക്കൊരു മധുരം തരും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടത് നമുക്ക് 3 പൊടികൾ ഇടണം. ജീരകപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒരു ടേസ്റ്റിന്, ഇച്ചിരി കായം പൊടി, പിന്നെ ചാട്ട് മസാല. അത് നല്ല ഒന്ന് കൊഴുത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി 1/4 ആ ബൗളിൻ്റെ 1/4 മെഷറിലൊരു വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒരു ബോയിലിംഗ് ഇതിൽ വരും. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു വേറൊരു ബൗളിൻ്റെ അകത്ത് എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഗ്രീൻ കളറിലെ ചട്നിയാണ് വേണ്ടത്. അതിന് വേണ്ടി മിൻറ്റ് അത് ജാറിൻ്റെ അകത്തിട്ട് മല്ലിയില,
പച്ചമുളക്, ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു നാരങ്ങയുടെ നീര് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു ബൗളിൻ്റെ അകത്ത് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ജീരകപ്പൊടി, ചാറ്റ് മസാല പൊടി, ഉപ്പ് നല്ലപോലെ മിക്സ് ചെയ്ത്, ഇതിങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിക്കും. തണുത്ത വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത്. ആ തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ചാട്ട് മസാല, പാനിപൂരിയുടെ ഒരു മസാല ഉണ്ട്, അതൊന്ന് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ലംസൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു വേറെ ബൗളിൻ്റെ അകത്ത് ഒന്ന് അതിനെ അരിച്ചെടുക്കും. നല്ലപോലെ ഒന്ന് ഇത് സ്പൂണിട്ട് ഒന്ന് ഇളക്കി അരിച്ചെടുത്തിട്ട് ആ വെള്ളം നമുക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കണം. അന്നേരം എന്തുവാ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് വെച്ചൊന്ന് തണുത്തിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റഫിങ് ഉണ്ടാക്കാം. 3 പൊട്ടറ്റോ, വലിയ പൊട്ടറ്റോ, ബോയിൽ ചെയ്ത പൊട്ടറ്റോയെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കടല, കറുത്ത കടല, ചെറിയ കുഞ്ഞു കടല, ഉള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ്, ജീരകപ്പൊടി, മുളക് പൊടി, ചാട്ട് മസാല, ഉപ്പ് ടേസ്റ്റിന് അത്ര എടുത്തിട്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ അത് എല്ലാം ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് അതൊന്ന് നമ്മുടെ മെയിൻ സ്റ്റഫിങ് ആയത് പാനിപൂരിയുടെ. നമുക്ക് ചാട്ടും ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതിനായിട്ട് നമുക്ക് തൈര് എടുക്കണം. നമ്മുടെ വീട്ടിലുള്ള ഒരു തൈര്, അതിൻ്റെ അകത്ത് 2 സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഴുവൻ പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അത് മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണത് ഒരു കൺസിസ്റ്റൻസിയിൽ. ഇത് നമ്മൾ സ്പെഷ്യലി അത് സ്വീറ്റ്നെസ്, ചാട്ടിനായിട്ടൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയായി തൈര് എടുക്കുന്നത്. ഇനി നമുക്ക് പൂരി, ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ പൂരിയൊക്കെ ഫ്രൈ ചെയ്യാൻ തക്ക പൂരി ഇങ്ങനെ കിട്ടും. മുഴുവനായിട്ടും കിട്ടും, പക്ഷേ ഇതാ ഞങ്ങൾക്ക് ഒന്നുകൂടെ നല്ലത്. ഇപ്പം എല്ലായിടത്തും കിട്ടും, നാട്ടിലും കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ പൂരി. നല്ല എണ്ണയുടെ അകത്ത്, എണ്ണയുടെ അകത്തോട്ട് ഇട്ട് അങ്ങോട്ട് നമുക്ക് ഒരു വലിയൊരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ 2-3 വട്ടം നമുക്ക് യൂസ് ചെയ്യാം. ഇതങ്ങോട്ട് വറുത്തെടുത്ത് നമുക്ക് ഇനിയും നെക്സ്റ്റ് എങ്ങനെ ഇത് മൊത്തം ഉണ്ടാക്കുന്ന നമുക്ക് കാണാം. ഇപ്പം പാനിപൂരിയുടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും റെഡിയായി കഴിഞ്ഞ്, വെള്ളം ഞാൻ റെഡിയാക്കിയായിരുന്നു. ഇപ്പം കഴിക്കാൻ സമയത്ത് അതിനകത്ത് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇടാം, അന്നേരം വെള്ളം ഇച്ചിലൂടെ തണുത്തിരിക്കും. ഞാൻ ഈ മധുരമുള്ള ഒരു പുളിയുടെ വെള്ളം നമ്മൾ ഉണ്ടാക്കിയില്ലായിരുന്നോ, അതൊരു സ്പൂൺ നമ്മൾ ഇതിനകത്ത് ഇടും. ഇത് കഴിക്കാൻ നേരത്തെ ഇടാവും, എന്നാ വെച്ചാൽ അല്ലെങ്കിൽ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ കളർ മാറും അതിൻ്റെ. ഇത് ബൂന്തി എന്ന് പറയും, സോൾട്ടഡാ. നോർത്തിലൊക്കെ ഫേവറേറ്റ് ഡിഷായത് പാനിപൂരി. അവിടെ പറയുന്നത് ഗോൽഗപ്പ എന്ന് പറയും. നമുക്കിനി അതൊന്ന് ട്രൈ ചെയ്യാം. 2 സാധനമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഒന്ന് പാനിപൂരി, പിന്നെ വേറെ ഒന്ന് ചാട്ട്. ഈ സ്റ്റഫ് ചെയ്യുക, നമ്മൾ പൊട്ടറ്റോ ബോയിൽ
ചെയ്ത് കടലെല്ലാം ബോയിൽ ചെയ്ത് അതിൻ്റെ സ്റ്റഫിങ്സ് ഉണ്ടാക്കിയായിരുന്നല്ലോ. പിന്നെ ഉള്ളി ഇച്ചിരി ഇട്ടിട്ട് ഇത് സേവ് എന്ന് പറയുന്നത് ഇച്ചിരി സ്പൈസിയാ. കഴിക്കാം, നേരത്തെ കഴിക്കാം. പക്ഷെ പാനിപ്പൂരി കഴിക്കുന്നവർക്ക് ഇതെല്ലാം കഴിക്കാം. ഇച്ചിരി ഒന്ന് ഒഴിച്ചിട്ട് കണ്ണുവടല്ലേ yummy. ഞാൻ ഇനി ഒരെണ്ണം കൂടി കാണിച്ചിട്ട് ചാട്ട് അതിനെന്തുവാ ഫ്ലാറ്റ് പൂരി യൂസ് ചെയ്യാം. നമ്മളിപ്പം വറുത്തെടുത്തപ്പോൾ ഇങ്ങനത്തെ പൂരി കിട്ടി. ചില പൂരി നമുക്ക് ഫ്ലാറ്റും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ സ്റ്റഫിങ്സ് നിറയ്ക്കുക. അതാകുമ്പോൾ ഓരോ പ്ലേറ്റിനകത്ത് 5 പൂരിയൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് നല്ല ടേസ്റ്റ് ആണ്. നല്ല പുളിയും മധുരവും. മധുരമുള്ള തൈര്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി സാധനമാണ്. നോർത്ത് ഇന്ത്യയിലെ ബെസ്റ്റ്, എല്ലാവർക്കും സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്ന സാധനങ്ങളാണ്. പക്ഷെ ഒരു കാര്യം, എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.